വിൻറ്റേജ് ലാലേട്ടൻ്റെ തിരിച്ചുവരവ് അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും എനിക്ക് ഏറ്റവും കൂടുതൽ ത്രില്ല് തന്നൊരു സംഭവം. അത് തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യവും മിക്കവരും ഫുൾ റേറ്റിംഗ് ഈ സിനിമയ്ക്ക് കൊടുത്തു. അതിനുള്ളൊരു കാരണം തന്നെ ലാലേട്ടൻ്റെ ആ ഒരു തിരിച്ചുവരവ് എന്നൊരു ഫീലാണ്. ആ പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടി. പക്ഷെ ഞാൻ അത് മാത്രമല്ല എൻജോയ് ചെയ്തത്, ലാലേട്ടൻ്റെ പഴയകാല സിനിമകളിലുള്ളതുപോലെയുള്ളൊരു ഫീല് ഈ സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ആ ഒരു കഥയും പിന്നെ അതിൽ ലാലേട്ടന് പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടി എന്നുള്ളതാണ്. കുറേ നാളായിട്ട് ലാലേട്ടന് സിനിമകളിൽ കിട്ടാതിരുന്നൊരു കാര്യം അതാണ്. അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനൊരു സ്പേസ് മിക്ക സിനിമകളും കൊടുത്തില്ല. അവരെല്ലാവരും ലാലേട്ടനെ കൊണ്ട് മാസ് കാണിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കഥയോ കഥാസന്ദർഭങ്ങളോ കഥാപാത്രങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന സിനിമയിലാണ് ലാലേട്ടൻ അഭിനയിക്കേണ്ടി വന്നത്. കുറേ ലവിങ് ഒക്കെ ആയിട്ടുള്ള കുറേ ഫൺ തമാശകളൊക്കെ നിറഞ്ഞ ഒരു ഫാമിലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ കുറേ നല്ല രസമുള്ള പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ പറ്റും. ഈവൻ കുറേ റെഫറൻസുകൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ സിനിമകളിലുള്ള കുറേ ഡയലോഗുകൾ, കഥാസന്ദർഭങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ ഹിറ്റായതും അതുപോലെ തന്നെ ട്രോൾ നേരിടേണ്ടി വന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഒരു ത്രോ ബാക്ക് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും, ഡയലോഗിലൂടെയും മറ്റും. അപ്പോൾ അതൊക്കെ വളരെയധികം രസകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഈ സിനിമയ്ക്ക് നൽകി എന്നുള്ളതാണ്. ഞാനിത് കണ്ടു തുടങ്ങുമ്പോൾ ഒരു ഫാമിലി മൂവി എൻ്റയർലി അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ സിനിമ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ട്രാക്ക് മാറി ഒരു റിവെഞ്ച് മൂവി ടോണിലേക്ക് പോകുന്നു. ബട്ട് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തത് ആ ഒരു ഫസ്റ്റ് പാർട്ടാണ്. ഐ റിയലി വിഷ്ഡ് അത് തന്നെ ആയിരുന്നു ത്രൂ ഔട്ട് ആ സിനിമയിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഒരു ഫാമിലി മൂവി ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ട്രാജിക് ആയിട്ടുള്ളൊരു ലെവലിലേക്കാണ് സിനിമ പോകുന്നത്. സോഷ്യലി ചർച്ച ചെയ്യപ്പെടേണ്ട സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, പക്ഷേ അത് വളരെയധികം സൈലൻ്റ് ആയിട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സിനിമയ്ക്ക് കുറച്ചുകൂടി ഒരു റിവെഞ്ച് ടോൺ നൽകിയപ്പോൾ അവർ ആ സോഷ്യൽ ഇഷ്യൂ സംസാരിക്കുന്നതിന് അത്രയും ഇമ്പോർട്ടൻസ് വന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നായകൻ ബെൻസിൻ്റെ ഫാമിലിയിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കാറിലൂടെയുമാണ് ഈ സിനിമ പോകുന്നത്. പക്ഷേ പകുതിക്ക് വെച്ച് കുറച്ച് ഇൻസിഡൻസ് ഉണ്ടാവുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോൺ അങ്ങ് മാറും സിനിമയുടെ. ഇൻഫാക്ട് ഈ സിനിമയിലും ലാലേട്ടൻ്റെ മാസ് സംഭവങ്ങളും രംഗങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു മൊമെൻറ്റിൽ പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയും കൈയടിക്കുകയും ചെയ്യും. ആ ഒരു സംഭവം തന്നെയാണ് ഈ സിനിമയുടെ ഒരു വലിയ വിജയം. അതുപോലെ തന്നെ സിനിമയിലെ പെർഫോമൻസസിനെയും എടുത്തു പറയണം. ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. നമുക്ക് ആ ഒരു പഴയ കാലവും അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ഒരു രക്ഷയില്ല. ഇതിൽ മണിയമ്പള രാജു വരുന്നുണ്ട്. അതുപോലെ തന്നെ ശോഭന മാം അടിപൊളിയായിട്ട് തന്നെയാണ് പുള്ളിക്കാരി ഇതിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. വളരെ രസമുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ ബാക്കിയുള്ളവർ. പക്ഷേ എടുത്തു പറയേണ്ടത് വില്ലന്മാരെ തന്നെയാണ്. അതിൽ തന്നെ പ്രകാശ് വർമ്മ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത് വേറെ ലെവലിലാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി വില്ലൻ, ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുന്ന ഒരു വില്ലൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ സൗണ്ട്, മോഡുലേഷൻ സംഭവങ്ങളെല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ബിനു പപ്പു ആണെങ്കിലും ഫർഹാൻ ഫാസിൽ ആണെങ്കിലും ദേ നെയിൽഡ്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം പെർഫോമൻസാണ് ലാലേട്ടൻ്റെ ആ ഒരു കഥാപാത്രം ബെൻസിനെ ആ ഒരു ക്ലൈമാക്സിലെ ആ ഒരു പെർഫോമൻസിലേക്ക് എത്തിക്കുന്നത്. സോ പറഞ്ഞു വന്നത്, കഥാപാത്രങ്ങളെല്ലാം വളരെ മികച്ചതായിട്ട് തന്നെ അവർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു സ്ക്രീൻ പ്ലേ ആണ്. അതുപോലെ തന്നെ ഒരു മികച്ച ഫിലിം മേക്കിംഗ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ആൻഡ് മ്യൂസിക് അതൊക്കെ എടുത്തു പറയണം. പ്രത്യേകിച്ച് ഓരോ കഥാപാത്രം വരുമ്പോഴും ഈ കഥാപാത്രത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു അനിമലൊക്കെ ഉണ്ട്. അപ്പോൾ നായകൻ ഒറ്റക്കൊമ്പനാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും അതുപോലെ പ്രകൃതി, നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടും ഒക്കെയാണ് ഇതിൻ്റെ ആ ഒരു സൗണ്ട് ഡിസൈനും അതുപോലെ തന്നെ മ്യൂസിക്കും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ വിഷ്വൽസ് ഗംഭീരമാണ്. ആ ഒരു സിനിമയെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തീമിനെ വളരെയധികം മനോഹരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഈ ഒരു വിഷ്വൽസിനും സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിലെ ഒരു ഫൺ മൊമെൻ്റ് എന്ന് പറയുന്നത് ലാലേട്ടൻ മമ്മൂക്കയുടെ ഡാൻസ് സ്റ്റെപ്പ് ഇമിറ്റേറ്റ് ചെയ്യുന്ന രംഗമാണ്. ദാറ്റ് ഈസ് മൈ ഫേവറേറ്റ്. പിന്നെ മിക്ക സിനിമകളും മിസ് ചെയ്തു പോകുന്നൊരു കാര്യമാണ് സ്റ്റണ്ട് ഡബിൾസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ആർട്ടിസ്റ്റുകളുടെ ലൈഫ് പിന്നീട് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ അതൊന്നും പൊതുവേ സിനിമകളിൽ വരാത്തൊരു കാര്യമാണ്. ഈ സിനിമയിൽ അതും ടച്ച് ചെയ്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു ഭാഗം അവർ ചിത്രീകരിച്ചിട്ടുമുണ്ട്. പിന്നെ സിനിമയിൽ കുറച്ച് വയലൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കുറച്ച് വിഷ്വൽ രംഗങ്ങളാണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും ലാംഗ്വേജ് ഒക്കെ ആണെങ്കിലും ചിലർക്കൊക്കെ ഡിസ്റ്റർബിങ് ആവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. എനിവേ സിനിമ US സർട്ടിഫൈഡ് ആണ്, 16+ ആണ്. ബട്ട് സ്റ്റിൽ ചില സംഭവങ്ങൾ ഈവൻ ദോ 16+ ഒക്കെ ആണെങ്കിലും ഡിസ്റ്റർബിങ് ആവാം, പ്രത്യേകിച്ച് വയലൻ്റ് ആയിട്ടുള്ള രംഗങ്ങൾ. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗ് സർവീസിലൊക്കെ സിനിമ കാണിക്കുന്നതിന് മുമ്പ് തന്നെ സിനിമയിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകാം എന്നൊരു വാർണിംഗ് കൊടുക്കും. ഇതിലിങ്ങനെ വയലൻസ് ഉണ്ട്, ഇതിലിങ്ങനെയുള്ള രംഗങ്ങളുണ്ട്, അങ്ങനെയുള്ളൊരു വാർണിംഗ് കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ട്രെയിലറിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ളൊരു വാർണിംഗ് കൊടുക്കുകയാണെങ്കിൽ കുറേ പേർക്ക് ഒരു ഐഡിയ ഉണ്ടാവും എന്തിലേക്കാണ് ചെന്ന് കയറുന്നത് എന്നുള്ളത്. എനിവേ സിനിമയിൽ ഈ ഒരു വയലൻസും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആവശ്യമായി വരുന്നുകൊണ്ട് കംപ്ലീറ്റ്ലി എടുത്തു കളയാൻ പറ്റില്ല. കാരണം
നായകൻ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നു, അയാൾ എങ്ങനെയാണ് ആ ക്ലൈമാക്സിലെ ആ ഒരു രംഗത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവങ്ങളിലേക്ക് ഒരു സപ്പോർട്ട് വേണം. കാരണം നിയമപരമായി നേരിടാനുള്ളൊരു സാധ്യത നായകൻ്റെ മുമ്പിൽ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഡയറക്റ്റായിട്ട് ഇറങ്ങേണ്ടി വരുന്നത്. എനിവേ, ഞാൻ പറഞ്ഞതുപോലെ കുറച്ചൊരു വാണിംഗ് സംഭവങ്ങളൊക്കെ സിനിമാക്കാർ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഈ ഒരു സിനിമ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ഫാമിലി മൂവി ആയിട്ടാണ്. ഈ ഒരു സിനിമാ പ്രവർത്തകർ, ഈ ഒരു ടീം വീണ്ടും ഒന്നിക്കട്ടെ തരുൺമൂർത്തി മോഹൻലാൽ കോമ്പിനേഷനിൽ അത്തരത്തിലൊരു മികച്ച ഒരു ഫുൾ ഓൺ എൻ്റർടൈനർ ഫാമിലി മൂവി ഉണ്ടാവണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. തുടരും സിനിമ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും സിനിമ കാണുക. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.